2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള രേണു സുധിയെ കുറിച്ചിട്ട് പുതിയ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കൊല്ലം സുധിയുടെ മുൻ ഭാര്യയായിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് വെളിപ്പെടുത്തലുകൾ റിയൽ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിനകത്ത് രേണു സുധിയെ കുറിച്ചിട്ട് കുറച്ച് അലിഗേഷൻസ് പറയുന്നുണ്ട്. അതായത് ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് പേരോട് ഈ കൊല്ലം സുധിയുടെ മുൻ ഭാര്യനെ പറ്റിയിട്ട് ഒരുപാട് സ്തോതിയോസങ്ങൾ പറഞ്ഞു നടക്കുന്നുവെന്നും അത് അവരുടെ ചെവിയിൽ എത്തിയെന്നും അതിന്റെ പേരിലാണ് അവർ ഇപ്പൊ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള ഒരു വോയിസ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 10-35 മിനിറ്റ് ഉള്ള ഒരു വോയിസ് ആണത്. റിയൽ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഈ 35 മിനിറ്റ് ഉള്ള ഒരു വോയിസ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ആ വോയിസിനകത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ 2ാമത്തെ ഭാര്യയാണ് ഈ പ്രതികരിക്കുന്നത്. ആദ്യ ഭാര്യയായിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നത്. 3ാമത്തെ ഭാര്യയാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. അതുമല്ല, ഇവർ കൊല്ലം സുധിയുടെ ഭാര്യയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. ഇവര് തമ്മിൽ ലീഗലി മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുമില്ല. ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ചെയ്തതിനു ശേഷമാണ് ഈ രേണു സുധിനെ കല്യാണം കഴിക്കുന്നത്. അതാണ് ഇവര് പറഞ്ഞു വരുന്നത്. ബാക്കി കൂടെ കേൾക്കാം. കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ ഉണ്ടല്ലോ, ഇത്രയും നാള് അയാൾ ഉണ്ടാക്കി വെച്ച ആ പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നശിപ്പിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ രേണു സുധി ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പുറത്തോട്ട് വന്നിട്ട് സത്യാവസ്ഥകളൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു പേരുദോഷമായിട്ട് ഇനി അങ്ങോട്ട് മാറും. അത് മാത്രമല്ല, ഈ പറയുന്ന മുൻ ഭാര്യയെ കുറിച്ചിട്ടൊക്കെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഒരു 35 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പിനകത്ത് ഇവർ ഈ കൊല്ലം സുധിച്ചേട്ടനെ കുറിച്ചിട്ടും കുറച്ച് മോശങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ രേണു സുധിനെ കുറിച്ചിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയാം, ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ മുൻ ഭർത്താവിനെ പറ്റിയിട്ട്, അതും മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഒരിക്കലും മോശമായിട്ട് പറയരുത്. ബാക്കി കൂടെ കേൾക്കാം. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്.
അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്. ഇവര് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ സുധിച്ചേട്ടന് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. ആ ബന്ധം എന്ന് പറയുന്നതാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. രേണു സുധിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്തു വരുമായിരുന്നെന്നാണ് ഇവര് പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരാളിപ്പോ ജീവിച്ചിരിപ്പില്ല, നമുക്ക് വന്നിരുന്നിട്ട് ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊന്നും പറയാനും പറ്റത്തില്ല. അതുമല്ല, ഈ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു ചാനലിൽ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ആങ്കർ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ പരിപൂർണ സമ്മതത്തോടെയാണോ നിങ്ങൾ ഈ വോയിസ് പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള തെളിവുകളുണ്ടോ? എല്ലാം ചോദിക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് തെളിവും കാര്യങ്ങളൊക്കെ പേഴ്സണലി ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന വോയിസും ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, അല്ലാണ്ട് ഇത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളോ ആളോ ഒന്നും അല്ല. എന്തുവാണല്ലേ ഈ രേണു സുധി എന്ന് പറയുന്ന ആള് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ എന്റെ വീഡിയോക്കകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നെ തെറി പറയുന്നതാണ് ആൾക്കാർ കൂടുതൽ ഓടി വരുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവർക്ക് നീ ചെലവിന് കൊടുക്കുവോ? നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പറയാനോ എനിക്ക് പറയും. അത് മാത്രമല്ല, ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ പോലെയുള്ള റിയാക്ഷൻസ് ചാനലുകാർ തന്നെയാണ്. ഇതിപ്പം വേറൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതിപ്പോ കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, മുൻ ഭാര്യ വരുന്നു, മുൻകാല ചരിത്രങ്ങൾ വെളിയിൽ വരുന്നു. ഇതൊക്കെ എന്തുവാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊക്കെ എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ബാക്കി കൂടെ കേട്ടിട്ട് വരാം. അപ്പൊ ഈ കല്യാണം നിങ്ങള് സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ? ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും എന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4ലോ 5ലോ കണ്ടാണ്, എനിക്ക് അത് നല്ല ഓർമ്മയില്ല. ഇങ്ങനെയാണ് ഇവര് പരിചയപ്പെടുന്നതും ഇവര് കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ പിള്ളേരുടെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഈ കൊല്ലം സുധിച്ചേട്ടന്റെ മക്കളുടെ അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്ക് എന്ത് നാണക്കേടാണല്ലേ. ഉള്ള കാര്യം പറയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെളിയിൽ വരിക എന്ന് പറയുന്നത്, നമ്മൾ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് നമുക്കിതൊരു കോണ്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഫാമിലിയിലോട്ട് ഇടിച്ചു കയറാനോ അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടാനോ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല. അതായത് ഈ വോയിസ് കേട്ടപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് വന്നിരിക്കുന്നത് സംസാരിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രേണു സുധിയെ കുറിച്ചിട്ടാണ്. ഈ രേണു സുധിയാണ് വന്നിരുന്ന് ക്ലിയർ ചെയ്ത് തരേണ്ടത്. ഈ രേണു സുധി ആദ്യ ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വലിയൊരു ആപത്താണ്. അത് മാത്രമല്ല, കൊല്ലം സുധിച്ചേട്ടൻ ഈ 3 കല്യാണം കഴിച്ചെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴാണ്. അതാണ് അതിലും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രേണു സുധിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അതായത് ഇവരുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഈ സുധിച്ചേട്ടന് വേറൊരു അഫെയർ ഉണ്ടായിരുന്നു. ഈ രേണു സുധിയുമായിട്ടുള്ള ബന്ധം ഈ മുൻ ഭാര്യയെ കണ്ടുപിടിക്കുകയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ബന്ധം തകരാനുള്ള കാര്യം എന്നാണ് പറയുന്നത്. ബാക്കി കൂടെ കേൾക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. ഓക്കെ. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരുടെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കണോ, അല്ല പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. ഓക്കെ. അതായത് ഈ രേണു സുധിയെ പോലും സുധിച്ചേട്ടൻ കബളിപ്പിക്കുമായിരുന്നു എന്ന്. അതായത് ഈ മുൻ ഭാര്യയായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ ഭാര്യ അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ രേണുവിനെ കൺവിൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇനി ആ മരിച്ച വ്യക്തിനെ കുറിച്ച് ഈ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഈ വെള്ളമടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടതാണ്. നമുക്ക് ഒരു പേഴ്സണലി നമുക്ക് അറിയുകയും ചെയ്യാം. പുള്ളി സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, ഉള്ളതൊക്കെ ഇങ്ങനെ പോയതാണ് ഈ കാശും കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് ഈ സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ചു നാൾക്ക് മുന്നേ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രേണു സുധിയായിട്ടുള്ള. ആ ഇന്റർവ്യൂക്കകത്ത് വീടും കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ മോശമായിട്ടുള്ള രീതിയിലാണെന്നത്. ബാക്കി കൂടെ കേൾക്കാം. അറിയാമായിരുന്നു ഇന്ന പോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയൊരു ആരോപണം വന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വിത്ത് പ്രൂഫോ കാര്യങ്ങളോ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേര് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. നിലവിൽ ഈ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുധി. അപ്പൊ ഇത്രയും വലിയ അലിഗേഷനും മറുപടി കൊടുക്കേണ്ടത് ഈ രേണു സുധി തന്നെയാണ്. പിള്ളേരൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുമ്പോഴത്തേക്കും എന്തുമാത്രം അവരുടെ ഫ്യൂച്ചറിനെ ഇതൊക്കെ ബാധിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രേണു സുധി മുൻ ഭാര്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചൊന്ന് ചോദിക്കാമായിരുന്നു ഇതൊക്കെ. എന്നെ പറ്റി എന്തിനാണ് ഈ തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ വോയിസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വന്ന് പറയുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വന്നേനെ. ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഇവരെ കുറ്റമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതൊന്നും ഒന്നും പറഞ്ഞില്ല? ഇത്രയും നാൾ എവിടെയായിരുന്നു ഇവര്? എവിടെ പോയിരുന്നു ഇവര്? എന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് പ്രശ്നമായിരുന്നെങ്കിൽ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് പറയാമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ സുധിച്ചേട്ടന്റെ ഭാര്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ബാക്കി കൂടെ കേൾക്കാം. പിന്നെ പറഞ്ഞിരുന്നേ ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ. കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കൂടുതലൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് അവസാനം വേറെ കുറച്ച് വോയിസും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ ഈ രേണു സുധീനെ കുറിച്ചിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആൾക്കാർ ഇപ്പൊ കാത്തിരിക്കുന്ന പോലെയല്ലേ. പ്രത്യേകിച്ച് നമ്മളെ പോലെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ പൊതുജനങ്ങളാണേലും ഇതൊക്കെ തന്നെയാണെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം വളരെ മോശമായിട്ടാണ്, വളരെ വൾഗറായിട്ടാണ് ഈ ആദ്യ ഭാര്യയെ കുറിച്ചിട്ട് രേണു സുധി പറഞ്ഞു നടക്കുന്നതെന്നാണ് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ കേട്ടിട്ട് വരാമോ?
ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം. ഓക്കെ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന്. അത് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു. അത് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന്. അവിടെ നിന്ന് എടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണല്ലേ? അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി. ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാള് 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ മുൻ ഭർത്താവായിരുന്നു. ആ ഒരു പരിഗണനയെങ്കിലും നിങ്ങൾ മാനിക്കുന്നത് നന്നായിരിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ രേണുസുധീനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് രേണുസുധീന്റെ പേരിൽ എന്ത് വേണമെങ്കിലും പറയാം. എന്നെ കുറിച്ചിട്ട് അനാവശ്യം പറയുന്നു, എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഈ മരിച്ചുപോയ ഈ സുധിച്ചേട്ടനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ആ പിള്ളേരെങ്കിലും ഓർത്തിട്ട് നിങ്ങൾ ഇതൊക്കെ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്ത് പറയണോന്ന് പോലും അറിയാൻ വയ്യ ഇതൊക്കെ കേട്ടിട്ട്. ഏതായാലും നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.